ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മധു ക്രിയേറ്റീവ്സ്. അപ്പോൾ ഇത് അടുത്തൊരു ലോങ് വ്ളോഗ് അല്ലാണ്ട് ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള ഒരു വ്ളോഗാണ്. ഞാനിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വ്ളോഗ്സ് ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനില്ല. ഇപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. പിന്നെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് ഈ മാസം തന്നെ. അപ്പോൾ അത് പോയിട്ട് എന്തായാലും പ്രസന്റ് ചെയ്യണം. വലിയ എക്സ്പെക്ടേഷനോടുകൂടി ഒന്നും പോകും. നമ്മൾ എന്ത് എക്സാം പോകുമ്പോഴും ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യുക, അത് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാട്ടോ. അപ്പോൾ അത് പോയിട്ട് അങ്ങനെ ചെയ്തിട്ട് വരാമെന്നുള്ളൊരു ഇതിലാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മളത് കൃത്യമായിട്ട് മാറി നിന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ പിന്നെ നിങ്ങളോട് പറയാൻ വന്നത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് അത്രയും നമ്മളെ കോൺഫിഡൻ്റ് ആക്കത്തേ ഉള്ളൂ. അതായത് നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 8 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പുസ്തകത്തിലാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ടു ഡു ലിസ്റ്റിന് വേണ്ടി ഞാനൊരു ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് വേക്കപ്പ് ഏർലി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വേക്കപ്പ് ഏർലി പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് എണീക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ ഒന്നുകൂടി ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാം കേട്ടോ. അതായത് വേക്കപ്പ് നമ്മൾ നേരത്തെ എണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചുറ്റും ഒരു പ്രകൃതിയായിട്ട്, അതായത് നേച്ചർ കംപ്ലീറ്റ്ലി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ രാവിലത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും, നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വേക്കപ്പ് ഏർലി എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണം കേട്ടോ. അതായത് നമുക്ക് രാവിലെ നേരത്തെ എണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ കുറച്ച് ഫ്രഷ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ടീ ഓർ കോഫി. അതായത് ഇപ്പോൾ എനിക്കെന്ന് വെച്ച് ഞാൻ ഒരു ടീ പേഴ്സൺ ആണ്. അതായത് എനിക്കെപ്പോഴും ചായ ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് രാവിലെയും വൈകിട്ട് ഞാൻ കുടിക്കും. പിന്നെ ഇത് ഒരു ചെറിയ മടുപ്പ് വരുമ്പോഴാണ് ഞാൻ ആക്ച്വലി കോഫി കുടിക്കുന്നത്. അപ്പോൾ ഈ കോഫി എനിക്ക് ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ പുറത്ത് പോയിട്ട് ട്രൈ ചെയ്ത് കുടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ടീ ആട്ടോ. അതായത് കോഫി ഓപ്ഷണലായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു സ്ട്രെസ് ബൂസ്റ്റർ ആയിരിക്കും. അതുപോലെ ഒരു ഹെഡ് ഏക്ക് വരുമ്പോൾ ഒരു ടീയോ കോഫിയോ നിങ്ങൾ കുടിച്ചു നോക്കൂ, നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ അത്. ഇനി നെക്സ്റ്റ് ഞാൻ എന്നും പറയാറുള്ള പോലെ, ഞാൻ ഡെയിലി എൻ്റെ വ്ളോഗിൽ പറയാറുള്ള പോലെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അതായത് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട്, അതായത് നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റും ക്ലീൻ ആയിരിക്കും, നമ്മുടെ മനസ്സും ക്ലീൻ ആയിരിക്കും, നമ്മുടെ മനസ്സും ശാന്തമായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് എന്ന് പറയാം. അതായത് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യുക, ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കുക്ക് ചെയ്യാൻ ഇഷ്ടം അതൊക്കെ ചെയ്യും. ഞാൻ അന്ന് പറഞ്ഞിട്ടേ കുക്കിംഗ് വ്ളോഗ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഒരിക്കൽ. അതായത് അന്ന് ഞാനൊരു ബാൽക്കണി വ്യൂവിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പറയുന്നുണ്ട് കുക്കിംഗ് വ്ളോഗ്സ് ഇഷ്ടമാണോ, അതായത് കുക്കിംഗ് വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ അതിൽ എങ്ങനത്തെ റെസിപ്പീസാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ടൈനി ഹാബിറ്റ്സ്. അതായത് നമ്മൾ കുഞ്ഞു ഹാബിറ്റ്സ്, അതായത് ഹാബിറ്റ്സ് പറയുന്നത് എന്താ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ കുറെ ഹാബിറ്റ്സ് ഡെവലപ്പായി വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഹാബിറ്റ്സ് ഡെവലപ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലെ കാര്യം കേട്ടോ പറഞ്ഞത്. യൂട്യൂബ് ചാനലല്ല, ഇത് യൂട്യൂബിൽ പൊതുവെ ഫീഡ് എടുത്ത് നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അതായത് ശരിക്കും ഇതൊരു റോബോട്ടാണ്, അതൊരു സോഷ്യൽ മീഡിയയാണ്. ബട്ട് അത് എന്നെ ഇങ്ങോട്ട് മനസ്സിലാക്കുന്ന പോലെയാണ് അത് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഞാൻ അത് അധികം അതിലേക്ക് പോകാനും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഡീക്ലട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡീക്ലട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡീക്ലട്ടർ അൽമിറയിൽ മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമ്മുടെ കിച്ചണിലാണെങ്കിലും അതെ, നമ്മുടെ പരിസരത്തെ എല്ലാ കാര്യങ്ങളിലും ഈ ഡീക്ലട്ടറിങ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ എസ്തെറ്റിക് ആയിട്ട് വ്ളോഗ്സ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീക്ലട്ടറിങ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹ്യൂജ് പൈൽ ഓഫ് ക്ലോത്ത്സ് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെയും കുറേ ദിവസങ്ങൾ, അല്ലെങ്കിൽ 1 മാസം 2 മാസം അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഡീക്ലട്ടർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഔട്ടിങ് പോവുക. അതായത് ഫാമിലിയുടെ കൂടെ തന്നെ നല്ലൊരു ട്രിപ്പ് അടിക്കുക കേട്ടോ. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഔട്ടിങ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ, അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു ട്രിപ്പ് മോഡാകുമ്പോൾ എന്താണ്, അത് നല്ല രസമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ പോയിട്ട് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഔട്ടിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ
കുട്ടികളുടെ കൂടെ ഔട്ടിംഗ് പോകണോ, പാരന്റ്സിന്റെ കൂടെ ഔട്ടിംഗ് പോകണോ, സിബ്ലിങ്സിന്റെ കൂടെ ഔട്ടിംഗ് പോകണോ, എങ്ങനെയാണോ, അത് സോളോ ആയിട്ട് ഔട്ടിംഗ് പോകണോ, അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമല്ലേ സോളോ ആയിട്ട് ഔട്ടിംഗ് പോകണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ ചെയ്യുക. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഗ്രാജുവലി നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. ഇപ്പൊ നോക്ക്, ഞാൻ ഇത് പൊക്കലല്ല, ഇതൊരു നോർമലായിട്ട് പറയാണ്. ഇപ്പൊ ഞാനിപ്പോ ഇഷ്ടത്തോടെയാണ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ, ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഞാനത് എന്നോട് തന്നെ ഒരു ഇഷ്ടം വരികയാണ്. മനസ്സിലായത്? അതായത് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, സെൽഫിഷ്നെസ് അല്ല. അതായത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചാലാണ്. അതായത് ഞാൻ പണ്ട് BEd പഠിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഡെയിലി മോർണിംഗ് അസംബ്ലി ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഒരു സാർ ഇങ്ങനെ പറയുമായിരുന്നു, എന്താണ്, നിങ്ങൾക്ക് എപ്പോഴും, അതായത് എപ്പോഴും അസംബ്ലി, ഒരു സ്കൂൾ മോഡൽ അസംബ്ലി പോവുക, സാർ പറയുന്നത് നമ്മൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. അതായത് സാർ ഇങ്ങനെ പറയും, നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയാ, അത് ബാക്കിയുള്ളവരിലേക്കും കൂടി സ്പ്രെഡ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നമ്മൾ പോസിറ്റീവ് ആയിരുന്നാലേ ഈ ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ബുക്സും കഥകളൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഇപ്പൊ ഐ തിങ്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്സിലുള്ള ബുക്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറി ബുക്സ്, ഫെയറി ടെയിൽസ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്തു നോക്കൂട്ടോ. അത് നിങ്ങളെ തന്നെ വളരെയധികം സന്തോഷം, അതായത് സന്തോഷം എന്ന് പറയുന്ന അത്രയും അറ്റ്മോസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ട് ബുക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ഓപ്പണായി പറയട്ടെ, ഇവിടെ പറയുന്നത് എന്റെ ടേസ്റ്റിലുള്ള ബുക്സ് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പണ്ട് എപ്പോഴും എനിക്ക് പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വിചാരിച്ചത്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റിയില്ല, കാരണം വെറുതെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ 3-4 ബുക്സ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റേറ്റ് കൂടുതൽ, കാരണം ഞാൻ അത് വേറൊരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്തോളൂ. റേറ്റ് കൂടുതൽ കാരണം ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. അപ്പൊ പിന്നെ ഇപ്പോ എന്ന് പറയുമ്പോൾ എന്റെ പ്രസന്റ് റീഡിങ് എന്താന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ബുക്സ് ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മനോരമയുടെ ഒരു ഓൺലൈൻ ബുക്ക് അത് വായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ന്യൂസ് പേപ്പർ വരുമ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ന്യൂസ് പേപ്പറിൽ നെഗറ്റീവ് ന്യൂസും പോസിറ്റീവ് ന്യൂസും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ തുറക്കുമ്പോൾ മാക്സിമം തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പിപ്പിടിക്കുക, അല്ലെങ്കിൽ അത് അവിടെ ക്ലോസ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്